ഹലോ ഗായ്സ്, അപ്പോൾ ഗെയിമിൻ്റെ പേരാണ് ലെവൽ ഡബിൾ. ആക്ച്വലി ഞാനിത് കളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ മുഴുവൻ ലെവൽ ഡബിൾ പ്ലെയർ. അപ്പം ഞാൻ ഇങ്ങ് കളിച്ചേക്കെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഓപ്ഷനിൽ കളിച്ച് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഈ ഒരു ലെവല് ഗൈസ് ഫോൺ ലാഗ് അടിച്ചു ഗൈസ്. നൈസിനൊന്ന് ഫോൺ ലാഗ് അടിച്ചു. ആരും പിടിക്കുന്നു, ഇപ്പം ശരിയാവും. എന്താ പറ്റിയേ? എന്റെ പൊന്നു ലെവൽ ഡബിൾ ചേട്ടാ, എനിക്ക് എന്റെ ഫോണിന് എന്താ പറ്റി? സഹായിച്ചതാ. അപ്പൊ ശരി. ഈ ലെവല് ഇതൊന്നും ചുമ്മാ ഇതെന്ത് ലെവലാ? ആക്ച്വലി ഞാൻ കളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്തോ വലിയ സംഭവമാണ്. എന്തോ സൊണാപ്ലയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് കളിക്കണത്. എന്തൊരു ഗെയിമാണിത്, മനസ്സിലാവണില്ല ഗൈസ്. ഇത് എനിക്ക് ഇതിന്റെ എൻഡിങ് ഒക്കെ ഭയങ്കര സീനാണ്. ഈ ഫസ്റ്റ് ലെവലിങ് ഇതിലും അങ്ങനെ തന്നെയാ. നമ്മുടെ അടുത്ത് ഞാൻ നോക്കുന്നേരത്ത് ഒരു മുള്ളു പ്രത്യക്ഷം. ഇത് ഈ ലിഫ്റ്റിൽ ഇങ്ങനെ കേറിപ്പോവാനാണോ സംഭവം എന്ന് എനിക്ക് ചത്തു. ചേടാ ഇതെന്താടാ? ആഡ് ഗൈസ്, നിങ്ങളത് നോക്കടാ. കട്ട് ചെയ്ത് വിട്ടേരെ. അതാരും നോക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് വിട്ടേര്, ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, കേറി. ഇത് എങ്ങനെയാ? ഓക്കെ ഗൈസ്, അവിടെ എന്തോ ഒരു വാള് പോലത്തെ സാധനമുണ്ട് ഗൈസ്. എന്തോ ഒരു വാള് നമ്മളെ തടയുന്നുണ്ട്. മറ്റേ വാളല്ല, മതില് വന്ന് നമ്മളെ തടയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. നമ്മളിപ്പോ കളിച്ചവന്റെ പേരെന്താണ്? കൺട്രോൾസ്. അടുത്ത പ്ലാറ്റ്ഫോംസ് ആണ്. പ്ലാറ്റ്ഫോംസ് ഇതെന്താ? വൈദ്യാറ്റത്തുനിന്നാ പോര്. സിമ്പിൾ. എന്റെ നടുക്കോയി എനിക്ക് ചത്തടാ. അപ്പൊ അവൾ നടുക്കേ നിക്കാവും. എന്നാലും എനിക്കത് കണ്ടിട്ടാവാൻ முடியாது. അവിടെ പിടിക്കുന്നില്ല. മറ്റേ അവിടെ പോയി ഞെരുങ്ങി ചത്തു. അവിടെ എത്തിയില്ല. വീണ്ടും എത്തിയില്ല. ഇത് നിക്കണ ടൈമിങ്ങിൽ നമ്മൾ ചാടണം തോന്നുന്നു. ഓക്കെ, വീണ്ടും എത്തിയില്ല. ഇവ ചാടില്ലേ? ഇതുണ്ടാക്കിയ പൊട്ടന്മാര്, ഇതാരാണ് ഉണ്ടാക്കിയെങ്കിലും അയാളെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. കാരണം ഇതുപോലത്തെ ഗെയിമൊക്കെ ഓക്കെ സന കയറി. ആരും പഠിക്കണ്ട, ഒരു വിഷയല്ലേ. ഡബിൾ ഇതൊക്കെ എത്ര ഓക്കെ തുടയും. ഓക്കെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യപ്പോ സനിങ്ങനെ ഒന്ന് മിന്നിട്ടങ്ങ് പോയി. ഓക്കെ, ഇത് നമ്മള് ഈ ലെവൽ എനിക്കറിയാം ഗൈസ്. നമ്മുടെ ഇവിടെ നിൽക്കാവും. അതും പോയി. സിമ്പിൾ ലെവലൊക്കെ ഇങ്ങനെ കളയാവും എന്നെ മച്ചാ. എന്ത് ഇങ്ങനെ സിമ്പിൾ ലെവലൊക്കെ ഇങ്ങനെ കളയാതെ. ഓക്കെ, അടുത്തതിന്റെ പേരെന്താ? സ്പ്രിങ് ഗൈസ്. എനിക്ക് ആദ്യം അത് ഒരു തവണ കളിച്ചിട്ടുള്ളതാണ് ഗൈസ്. അത് ഇനിയിപ്പോ അത്യാവശ്യം അങ്ങ് മറന്നൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ആദ്യം കളിച്ച ടൈം നന്നായിട്ട് വട്ട് പിടിച്ചായിരുന്നു. ഈ ലെവലൊക്കെ ഇനി അറിയാം. ഓക്കെ വിഷയമൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഈ ലെവലും എനിക്കറിയാം. Try your luck. Earn as much as you can on Olymp Trade. നിങ്ങൾ ആരും ആഡ് കട്ട് ചെയ്തിട്ടോ. As long as the ഈ ഫോണില് കളിക്കുന്നോണ്ടാണ്. പി സിയിൽ വല്ലായിരുന്നെങ്കിൽ പിന്നെ ആടൊന്നും അങ്ങനെയെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു. ഇത് മൊബൈലിൽ കളിക്കണോണ്ട് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ അറിയത്തില്ല. അത്ര വലിയ യൂട്യൂബർ
ബട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ ഗോയ്സ്, മനുഷ്യന്മാരെ പീഡിപ്പിക്കാനായിട്ട് പിടിച്ചുകൂടെ പോയി. അതിന്റെ സംഭവം ആക്ച്വലി ഇതൊരു പഴയ ഗെയിമാണ് ഗൈസ്, അത് ഓൾഡ് ഗെയിമാണ്. പക്ഷെ ഇപ്പോഴത്യാവശ്യം ആരും കളിക്കാറൊന്നും, പണ്ട് അത്യാവശ്യം ആരും കളിക്കാറൊന്നുമില്ല. പണ്ട് കളിച്ചവരൊക്കെ പറഞ്ഞേ ഈ ഗെയിമൊക്കെ കൊള്ളത്തില്ല, ഇത് വളരെ സിമ്പിൾ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് അധികം ആളും കളിക്കാറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ലെവലിന്റെ ഡെവലപ്പേഴ്സ് ഇത് കളിച്ചു അപ്പോ അവർക്ക് ഒരു നല്ലൊരു തിരിച്ചടിയായിരുന്നു നൈസ് അത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ലെവലിന്റെ ഡെവലപ്പേഴ്സ് തീരുമാനിച്ചു ഈ ലെവൽ എന്ന് പറയുന്ന ഗെയിം അത്യാവശ്യം നല്ലായിട്ട് ഹാർഡാക്കാന്ന്. അങ്ങനെ ഇവർ അത്യാവശ്യം ഹാർഡാക്കി. ഈ ഒരു ടൈമിങ്ങിലാണ് ഇത് ട്രെൻഡ് ആയത്. ഇത് ആദ്യം ആരാ കളിക്കാന്നൊന്നും എനിക്കറിയത്തില്ല. ആരാന്നല്ല ഇൻഫർമേഷൻ കിട്ടുമെന്ന് ഞാൻ പറയാം. അടുത്ത് ഇതുപോലെ ഏത് ഗെയിംസ് ഒക്കെ കളിക്കണ്ടേന്നൊന്ന് കമന്റ് ഇട്ടേ. ടെലിപ്പോർട്ടോ ഫസ്റ്റ് ലെവൽ സിമ്പിൾ ആയിരുന്നു. എന്തോന്നാണിത്? ഓക്കെ, ഇതെനിക്കറിയാം. ഇതിൽ കയറില്ലേ, താഴത്തോട്ട് വരുമ്പോ അതിൽ കയറണം. എനിക്കറിയാത്. എന്താ ഗ്ലിച്ചോ? എടുത്തത് അത് ഗ്ലിച്ചോ? രണ്ട് നാട്ട് പോയി. ഗ്ലിച്ച് നമ്മുടെ അടുത്ത് അത്ര ഉള്ളു ഗൈസ്. OP എന്ന് വെച്ചാൽ OP. ഓക്കെ, ഒരു സെക്കൻഡ്. ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ അതിൽ കയറിയിട്ട് ഡയറക്റ്റ് എടുത്തോണെങ്കിൽ ഇതുപോലെ ഇത്രയും കറങ്ങൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ നോക്കി നടക്കൂല അതൊക്കെ. ഞാൻ ചുമ്മാ ഈ പോർട്ടേജ് അടുക്ക് കുറച്ച് അറ്റത്തോട് നീങ്ങുന്നു. ഞാൻ അറ്റത്തോട് നീങ്ങിയത്. ഇവിടെയാണോ നിൽക്കണ? എവിടെയോ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയാണ് നിൽക്കണമെന്ന് എനിക്ക് അറിയാം, പക്ഷെ എവിടെയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. Most of the people in Paper.io2 don't know about this secret level. If you go into your user settings and change your username to Thanos, ആട് നിങ്ങളങ്ങ് നോക്കാതിരിക്കുക. ആട് നിങ്ങളെ മാക്സിമം ഓടിച്ചു വിടുക. ആടൊന്നും നിങ്ങൾ നോക്കണ്ട, ആട് ഓടിച്ചു വിടുക. ഓക്കെ ലെറ്റ്സ് ഗോ. ഈ ഓടണ പോർട്ടലിൽ ചാടവില്ല, അതാണ് ലക്ഷ്യം. അടുത്ത് താഴെ വീണ ഈ ഓടണ പോർട്ടലിൽ ചാടിയാൽ നമ്മൾ എപ്പോഴെങ്കിലും പോയി. സ്കെയില്, അടുത്ത ലെവലിന്റെ പേര് സ്കെയിൽ. ഓക്കെ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇത്ര തീരെ പൊടിക്കുഞ്ഞായി പോയി. ജസ്റ്റ് മിസ്, നമ്മളെത്തി വൈസ്. ജസ്റ്റ് മിസ്സായിരുന്നു. എന്താ? ഓക്കെ, ഈ ചെറിയ ചെറുതാണെങ്കിൽ ഒട്ടിഞ്ഞ സ്പീഡ്. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഓടി ഒന്ന് ഈ വലുത്. ബട്ടൺ അടുത്ത എങ്ങനെ ഞെക്കാനായത്? ആ ബട്ടൺ എങ്ങനെ ഞെക്കാനായത്? ഇവിടെ വരുമ്പോഴേക്ക് നമ്മള് പകുതിയോളം വലുതായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഞാൻ ഓടിത്തള്ളി അവിടെ ചെന്നാ ബട്ടൺ ഞെക്കിയിട്ടുണ്ട് അവസാനം. ഇതൊന്നും നമ്മള് മെലിഞ്ഞു പോയി ഗൈസ്. ഇതെന്താ, നമ്മള് പരന്നു പോയി ഗൈസ്. ചപ്പാത്തിയൊക്കെ പരത്തത്തില്ലേ, അതേപടി പരന്നു പോയി. എന്തോന്നാടേ ഇത്? പൊന്നി ഗൈസ്, ഈ ലെവലാണ് എനിക്ക് തീരെ പിടിക്കാത്ത ലെവല്. ഇത് ഞാൻ ഒരു തവണ എന്റെ വേറൊരു ഫോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഇതിനകത്ത് അതിനകത്ത് കയറി ഇപ്പുറത്ത് ലിഫ്റ്റിലോട്ട് ഞാൻ കയറുന്നില്ല. ഈ സോങ് അടുത്ത ലെവലിലോട്ട് പോകും. ഡോർസ് ഇത് കയറിയ പോരെ.
ഓക്കെ. ഗോയ്സ് ജസ്റ്റ് മിസ് ഗോയ്സ്. ഇതെന്താ സ്പൈക്കിന്റെ ഇടയിലോട്ട് കയറുന്നു. ഓ ഈ ലെവൽ എനിക്ക് മനസ്സിലായി. ഞാൻ എടാ ഇവര് കൺട്രോൾ ഗൈസ്. ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ എൻ്റെ മനസ്സിനോട് പറയണ എടാ നിന്നെ കൂടി ഇതൊന്നും പറ്റത്തില്ല, വേറെ പണിക്ക് പോടാതെ. പിന്നെ ബ്രെയിൻ പറയണ എടാ നിന്നെ കൂടി ഇത് പറ്റും, നീ ആ പൊട്ട മനസ്സ് പറയണ കേക്കുണ്ടെന്ന്. എൻ്റെ കൈ ഇങ്ങനെ തരിയായിരിക്കും. എൻ്റെ കൈ ഇങ്ങനെ തരിക്കുവാണ് മുന്നോട്ട് പോവാൻ. പെട്ടെന്ന് അറ്റത്തെ സ്പൈക്കിലുണ്ട്, ഈ സ്പൈക്കിലുണ്ട് ഞാൻ ചത്തു ഗൈസ്. ഏറ്റവും അറ്റത്ത് ഓടോടോടോടോട് കോപ്പ് പിടിക്കാനായിട്ട് ആട്. വേഗം തീരടാ ആട്. ആട് തീരാ, ആട് തീർന്നു. ആട് തീർന്നു. ആടല്ല കേട്ടോ, ആട് ആട് ഏടി ആട്. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് മിസ് അഗൈൻ മിസ് മിസ് മിസ്. യെസ്. ഓക്കെ അഗൈൻ ട്രൈ ട്രൈ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് യെസ്. ഓക്കെ നമ്മൾ എടുത്തെടുത്തെടുത്തെടുത്ത്. ഇതെന്താ? ഓ ആ ഡോറ് സ്പൈക്കിലേക്ക് കയറുന്നതിന് മുമ്പ് വെച്ചല്ലോ. ഓടിപ്പോടാ ഓടിപ്പോടാ ഓടിപ്പോ വാസുണ്ണ, കമോൺ. ആ ഡോറ സ്പൈക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോറിൽ കയറാൻ പറ്റൂല. വാസുണ്ണ അണ്ണൻ തിരുമ്പി വരുന്നു. സ്പൈക്കിൽ അങ്ങനെ പോട്ടില്ല. ഇത് മറ്റേ സ്പ്രിങ് ഇല്ലേ, അതിന്റെ ഡോർ എന്നെ പറ്റിച്ചു. അത്രേ ഉള്ളു ഗൈസ് നമ്മുടെ അടുത്ത് കളി. നമ്മുടെ അടുത്ത്. ഓ മനസ്സിലായി. ഹൈ ഇതില് നമ്മൾ ഡോറിനെ കൺട്രോൾ ഇങ്ങോട്ട് കൊണ്ടുതന്നെ. ഇങ്ങനെ അടുത്ത ലെവലിൽ വരും. അർക്കവാളാണോ? അതെ അതെ അർക്കവാളാണ് ഗൈസ്. ജസ്റ്റ് പാടിത്. പക്ഷെ അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെന്ന് കേറാൻ നോക്കണം. കേറാൻ ഗ്യാപ്പ് കിട്ടണില്ല ഗൈസ്. ജസ്റ്റ് മിസ് ആയിരുന്നു. അത് ജസ്റ്റ് മിസ്, അതും ജസ്റ്റ് മിസ്. ഇത് ഭയങ്കര ടാസ്കുള്ള പണി. പെട്ടെന്ന് കേറാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിന്റെ അടുത്തെത്തുമ്പോഴേക്ക് ഈ സാധനം നമ്മളെ ഒന്ന് കൊല്ലും. ഓക്കെ ഓക്കെ. ഷിറ്റ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ ഗൈസ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ. ഷിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഷിറ്റ്. എനിക്കൊന്ന് ഫ്രണ്ടോട്ട് വരുന്ന സമയത്ത് നമ്മള് കൊണ്ടു പറ്റിയേ പോയി ഇല്ല. നമ്മള് പവർ കൂട്ടിട്ട് ഓക്കെ ഇങ്ങോട്ട് വരുത്തിക്കണം. അല്ല ഒരു സെക്കൻഡ് ട്രൈ ചെയ്യണം. ഇത്രേ ഉള്ളു കാര്യം. ഞാൻ ട്രൈ ചെയ്ത് നോക്കണ എങ്ങനെ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴെനിക്കും ആട് കട്ട് ചെയ്തിട്ടേരെ. ചേച്ചി ഈ ആട് നിങ്ങൾ കട്ട് ചെയ്തിട്ടേര്. പക്ഷെ ഞാൻ അത് വീണ്ടും ഇതോ എന്താ മിക്സ്ഡ് അപ്പ് ലെവലോ നമ്മുടെ അടുത്ത്. വാട്ട് എ കോൺസിക്വൻസ്. ഓക്കെ ഇതെന്താ ചാടാത്ത മറ്റേ ലെവലിൽ തന്നെ കുറെ വട്ടം തോറ്റി. അതിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഈ സാധനം ഇതിന്റെ അടുത്തെത്താനായിട്ട് പറ്റുന്നില്ല.
ഇതിന്റെ അടുത്തെത്താനായിട്ട് ഇത് വിടുന്നില്ല. അത് ഇങ്ങോട്ട് വരുമ്പോ ചടിക്കും. ഇങ്ങോട്ട് പൊന്നു മോനെ. ഡോർസിൽ പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല മനുഷ്യൻ. ഇതെന്താ? ഇതെന്തോ ഗെയിമാടായി. പുറകെ വരുന്നു. തലയിട്ട് നോക്കിട്ട് പോയി. നമ്മളെ കിട്ടൂല, നമ്മളെ പരിപാടിക്കൊന്നും കിട്ടൂല മുത്തേ. എസ്കേപ്പായി. ഇതെന്താ? ഇതിന്റെ മണ്ടയ്ക്ക് കയറിക്കണം. പരിക്കറില്ല. മണ്ടത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളു. സോസ് കംപ്ലീറ്റ് ചോയ്സ്. എന്നാൽ നമുക്ക് ഈ ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തി വയസ്സ്. ബോസ് ലെവൽ നമുക്ക് പിന്നെ എപ്പോഴേലും കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ലെവലിന് പേര് ഞാൻ നോക്കില്ല. എന്താ? ഒരു സെക്കൻഡ്. അടുത്ത് മറ്റേ ഫ്ലാപ്പി വീട് മാതിരി. ബെസ്റ്റ്. മറ്റേ ഫ്ലാപ്പി വീട് മാതിരി ലെവലില്ലേ. കുറെ ഗെയിമൊക്കെ കോപ്പി അടിച്ചാണ് കുറെ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അതെനിക്ക് ഉറപ്പായി. ഫ്ലാപ്പി വീട് ഗെയിം കോപ്പി അടിച്ചുണ്ടാക്കിയേക്കുന്നത്. അതും ഒരു ലെവലി. വല്ലാത്ത ചതിയായി പോയി. ലെവൽ ഡബിൾ നമ്മളോട് കാണിച്ചത് അതോ അടുത്തത്. അവനൊന്ന് കേറി പോവാണ്. അത്രയൊക്കെ ഉള്ളെന്നും പറഞ്ഞത് അവൻ കേറി പോവാ. കളി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ മണ്ടരൊന്നുമല്ല. പക്ഷെ അതെങ്ങനെ പ്രസ് ഇവിടെ വരുമ്പോഴേതാ ബട്ടൺ അങ്ങോട്ട് പോകണം. പിന്നെ എങ്ങനെ എന്റെ മുകളിലേക്ക് പോകുന്നത്? ഓഫ് ചെയ്യാനും പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ആട് കാണണ്ട. അതുപോലെ ഇങ്ങനെ വെച്ചാൽ പോരെ. കാട് കാണാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയുണ്ട് എന്റെ ബുദ്ധി. കഴിഞ്ഞു പൊട്ട വേവ് പൊട്ട ആട്. കറക്റ്റ് ടൈമിൽ. വേറെ പണിയൊന്നും ഇല്ലടാ ആടേക്ക്. ഇത് വല്ല ആടില്ലാത്ത നെറ്റുള്ള ഈ ആടൊക്കെ കണ്ടുപിടിച്ചാൽ ആദ്യം ഞാൻ തല്ലി. അതിന് മുമ്പ് ഈ ലെവൽ ഡബിൾ എന്നെ കൊല്ലും. ഞാനീ ഞെക്കിപ്പിച്ചിട്ട് ഇത് എന്താണ് പോവാത്തെ? ഇത് കോപ്പാണ്. ഇത് ഫ്ലാപ്പി വീടിന്റെ ലെവലൊക്കെ ഞാൻ എന്റെ ഐക്യൂല് ഞാൻ എപ്പോഴേ കംപ്ലീറ്റ് ചെയ്ത. റിയൽമി ഫോണിൽ ഭയങ്കര പണിയോ. മടയുടെ മുകളിൽ അമ്മയുടെ അടുത്ത് കയറി ഓക്കെ ഷോപ്പി നമ്മള് കയറിയിട്ടുണ്ട്. ഇതെന്താടാ? ഇതെന്താ ഇത്? അത് നേരെ ഒരു അതോ അതെന്നാ പരിപാടി? പട്ടിനിക്കണോ? ഞാൻ മറന്നുകൂടെ പ്ലീസ്. ഇതില് ബാക്കോട്ട് പോകാൻ പറ്റത്തില്ല. അതാ വേറെ കാര്യം. പക്ഷെ നേരത്തെ പട്ടനിക്ക് ഒന്നില്ല. അപ്പൊ ട്രളലേലു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് കിട്ടുക. പക്ഷെ ഇതുപോലത്തെ ഒരു ഗെയിം അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഫ്ലാപ്പികളിൽ എന്തോ ഒരു സാധനം. എന്റെ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട് മനസ്സറിയ എന്റെ കൈക്ക് തരി. ഇത് കണ്ടോ? ഈ കൈ ഒന്നെങ്കിൽ താഴോട്ട് പോവും, അല്ലെങ്കിൽ മേലോട്ട്. കേട്ടോ, ഇത് കോപ്പാണെന്ന് വിചാരിച്ചത് ഞാൻ. എത്ര ഇവിടെ ഈ ഫ്ലാപ്പി വീട് ഭയങ്കര കഷ്ടാ. ഇത് മറ്റേ ഫ്ലാപ്പി ഗെയിമിനേക്കാളും വളരെ കഷ്ടമാണ്. ഇങ്ങനെ ആടിയിട്ടുണ്ടാക്കിയ സമ്മതിക്കണോ? എന്താണ് ഇത്? ഇങ്ങനെ ആടാക്കി വെച്ചവന്മാര് സമ്മതിക്കണം. ഞാൻ ലെവൽ
ഡെവലപ്പേഴ്സ് ആയതിന് ഒരു സല്യൂട്ട് കൊടുക്കുന്നു, ബിഗ് സല്യൂട്ട്. ഡോർ നിക്കണ്ടേ, പക്ഷെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു ഈ ലെവൽ ഉണ്ടാക്കിയവന്മാർക്ക്. ഇങ്ങനെ ഒരു ഗെയിം നിങ്ങൾ എപ്പോഴും പോയി തപ്പിയിരുന്നു കൂട്ടത്തില്ല. പാലോട് നിൽക്കും. എത്ര നേരം പരിശ്രമിച്ചിട്ടാണ് കയറിയത്. തലവേദന എടുക്കുന്ന എനിക്ക് തലവേദന എടുക്കുന്ന ഒരുപാട് നേരമായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. റെക്കോർഡിങ് ശരിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണ്. റെക്കോർഡിങ് കുറെ നേരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂറായി. പക്ഷെ ഇതാവുന്നില്ല ഗൈസ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഗൈസ് ഇതില്. ഞാനേ ചുമ്മാ മുകളിലോട്ട് പോയി ചാവൂന്ന് എനിക്ക് അറിയുള്ളൂ. എടാ അവിടെ ലിഫ്റ്റിൽ പൊളിപ്പിച്ച. എടാ അതെങ്ങടാ? ഒട്ടഞ്ഞക്കാൽ നമുക്ക് തിരിച്ചു പോകാനും പറ്റൂല. ഫ്ലാപ്പി ബേർഡ് വലിയൊരു സാധനം തന്നെ ഗൈസ്. പക്ഷെ ഈ ലെവലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. ഒരു ലെവലും കൂടെ ഉള്ളു. അതെനി എങ്ങനെയാണോ എൻ്റെ പഠിച്ചാല്. ഈ ഫ്ലാപ്പി ബേർഡിന്റെ ഫസ്റ്റ് ലെവല്, ഈ ഫ്ലാപ്പി ബേർഡിൽ എല്ലാ ലെവലും തീർക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാര്യം പറയാൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക. ഫ്ലാപ്പിയോട് ഒട്ടുക്കത്ത പാടാണ്. ഇത് ഈ ചെങ്ങായിയുടെ വെയിറ്റ് ചെയ്യണം, എന്നാലും എനിക്ക് മുമ്പിനെ കൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റൂ. താട്ടുപോലെ. ഓക്കെ, എത്തിയോ? അത്ര ഉള്ളു ഗൈസ്. നമ്മുടെ അടുത്ത കളി പോലും. ഇതെന്ത് കൊണ്ടാണോ എന്തോ. എന്തുകൊണ്ടാണത്? ഒരു പട്ടം നോക്കിയ പോലെ. അടുത്തത് ഇനി 6 മുന്നോട്ടാണോ? അടുത്തത് പക്ഷെ പട്ടം പോയി നമ്മൾ അങ്ങ് ഉഗാണ്ടി പോയി. പട്ടം ചെറുതായിട്ട് പോയി. നമ്മളങ്ങ് ഉഗാണ്ടയിലോട്ട് പോയി. പക്ഷേ കൊക്കശീനി പാട്ടൊക്കെ കിട്ടുന്നുണ്ട്. സ്പ്ലെൻഡർ. ജസ്റ്റ് മിസ്സായിരുന്നു. ഇനി വാ പക്ഷെ ഇനി എന്നെ തോപ്പി ഒരുത്തിനും പറ്റത്തില്ല. എടാ ഇതില് മേളിലോട്ട് പോയാലും പ്രശ്ന, താഴോട്ട് പോയാലും പ്രശ്ന. ഇത് എങ്ങോട്ട് പോകാതിരുന്നാലാണ് പ്രശ്നം. അല്ല, പ്രശ്നം അല്ലാത്ത എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. പക്ഷേ ഫ്ലാപ്പിയോടും കൂടെ കളിച്ചിട്ട് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് വയ്യ. എന്തൊരു ഗെയിമാണ് ഇത്? അയ്യോ, ഞാൻ മടുത്തു ഗൈസ് സത്യത്തിൽ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഗായ്സ്. ബാക്കിയുള്ള 4 ലെവല് നമുക്ക് പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ലെവലിൻ്റെ അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത ലെവൽ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ഗായ്സ്.